ഹായ് ഹലോ നമസ്കാരം. ഞാൻ അജേഷാണ്. മൈൻഡ്ലൂം ഇൻഷുറൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നമ്മുടെ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യ ബിർളയുടെ ഇൻഷുറൻസ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആദിത്യ ബിർളയ്ക്കും ഒരുപാട് ഇൻഷുറൻസുകളുണ്ട്. നമുക്കറിയാം, ഒരു കമ്പനിയാകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഇൻഷുറൻസ് സ്കീംസ് ഉണ്ടാവും. അപ്പം അന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കുറച്ചധികം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. ആദിത്യ ബിർള ആക്റ്റീവ് വൺ മാക്സ് എങ്ങനെ ഉണ്ട് എന്ന കാര്യം. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ആദിത്യ ബിർള ആക്റ്റീവ് വൺ മാക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. കാരണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 95% പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പം നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സന്തോഷമായിരുന്നു, നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദിത്യ ബിർള ആക്റ്റീവ് വൺ മാക്സ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മളെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. നമ്മൾ സ്ക്രീൻ കാണുന്നുണ്ടാവും. ഈ സ്ക്രീനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആക്റ്റീവ് വൺ മാക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആദിത്യ ബിർള ആദിത്യബിർളയുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്ന അത്യാവശ്യം അവരുടെ ഒരു പ്രീമിയം അല്ലെങ്കിൽ നല്ലൊരു ഇൻഷുറൻസ് എന്ന് പറയാൻ പറ്റുന്നതാണ് ആദിത്യബിർള ആക്റ്റീവ് വൺ മാക്സ്. ആദിത്യബിർള ആക്റ്റീവ് വൺ മാക്സിലേക്ക് നമുക്കൊരാൾക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 18 വയസ്സായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് ഇതിനില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എത്ര വയസ്സിൽ വേണമെങ്കിലും നമുക്ക് 18 വയസ്സിന് ശേഷം ഒരു 18 വയസ്സുള്ള ആളുകൾക്ക് കൊടുക്കാം. അതുപോലെ 70-80 വയസ്സാണെങ്കിലും നമുക്കത് പ്രശ്നമില്ല ആദിത്യബിർളയുടെ കേസിൽ. അതേപോലെ തന്നെ നമ്മൾ കുട്ടിയെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മിനിമം 91 ദിവസം പ്രായമായിരിക്കണം. അതേപോലെ തന്നെ കുട്ടിക്ക് മാത്രമായിട്ടാണ് നമ്മൾ പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ മിനിമം എൻട്രി ഏജ് വരുന്നത് 5 വയസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയുടെ മാക്സിമം വയസ്സ് എന്ന് പറയുന്നത് 25ആണ്. അതായത് നിങ്ങൾ ഈ പോളിസിക്കകത്ത് നിങ്ങളുടെ കുട്ടികളെ 25 വയസ്സ് കഴിഞ്ഞിട്ടും അറിയാത്തത് കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി, 25 വയസ്സായി കഴിഞ്ഞാൽ അവർ വേറെ ഇൻഡിവിജ്വൽ പോളിസി എടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ക്ലെയിം കിട്ടില്ല. ഇങ്ങനെ ഇൻഡിവിജ്വൽ പോളിസിയിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് എന്താ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ലിമിറ്റോ കാര്യങ്ങളോ അവിടെ വരുന്നില്ല. കാരണം വെച്ചാൽ കുട്ടി നമ്മുടെ ഒരു കുറച്ച് കാലം ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ ഏരിയ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പുതിയൊരു പോളിസി എടുക്കുമ്പോൾ അതിൽ കവർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇൻഡിവിജ്വലൈസ് ആയിട്ട് പോളിസി എടുക്കാൻ പറ്റും. ഫാമിലി ഫ്ലോട്ടർ പോളിസികളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലയളവുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പോളിസി എടുക്കാറുള്ളത് പൊതുവെ. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ ഏത് വർഷത്തേക്ക് വേണം സെലക്ട് ചെയ്യാം. അതേപോലെ 2 അഡൽട്ടും 4 ചിൽഡ്രനും വരെ ഇതിൽ പോകും ഫാമിലിയിൽ. നിങ്ങൾക്ക് പിന്നെ പ്രീമിയം വരുന്നത് എല്ലാ അതുപോലെ തന്നെ ഏജ് അനുസരിച്ചായിരിക്കും പ്രീമിയം വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് കവേർഡ് അവർ എന്തൊക്കെ റിലേഷൻഷിപ്പാണ് ഇതിൽ എന്നുള്ളത് കവർ ചെയ്തിട്ടുണ്ടാവും. അതായത് ലീഗലി മാരീഡ് ആണെങ്കിലും അല്ല ലിവിൻ ടുഗദർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം സെക്സ് ആണെങ്കിലും ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ പോളിസിയിൽ എടുക്കാൻ പറ്റും. അതേപോലെ ബ്രദർ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോക്ടർ, ഓൾമോസ്റ്റ് നമ്മളെ നിയറസ്റ്റ് എല്ലാവിധ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതിൽ ഇൻബിൽറ്റ് കവറായിട്ട് വരുന്നത് റൂം റെൻ്റാണ്. റൂം റെൻറ്റ് നമുക്ക് ഇതിൽ സമ്മേഷൂഡ് എത്രയാണോ നമ്മൾ ആ സമ്മേഷൂഡ് അത്രയും തന്നെ നമുക്ക് റൂം റെൻറ്റിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ ICU ചാർജും നമുക്ക് റൂം റെൻറ്റിന് അനുസൃതമായിട്ട് റൂമിൻ്റെ പോലെ തന്നെ നമുക്ക് സമ്മേഷൂഡ് അനുസൃതമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റോഡ് ആംബുലൻസ് കവർ ആണെങ്കിലും പെർ ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് സമ്മേഷൂഡിൻ്റെ അത്ര തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് അതും നമുക്ക് സമ്മേഷൂഡ് നമ്മൾ എത്രയാണോ പോളിസി എടുത്തിട്ടുള്ളത് അത്ര തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മോഡേൺ പ്രൊസീജിയർ ഓർ ട്രീറ്റ്മെൻറ്റ് അതിൽ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എല്ലാ മോഡേൺ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും ഇതിൽ കവർ ആവില്ല. ചില ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ റോബോട്ടിക് സർജറി ഒന്നും ഇതിൽ കവർ ആവില്ല. അതാണ് ഇവിടെ ലിസ്റ്റ് സമ്മേഷൂഡ് ഒരു കവർ ആവും, പക്ഷേ ലിസ്റ്റഡ് പ്രൊസീജിയർ എന്നുള്ളതുണ്ട്. അപ്പം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഹോസ്പിറ്റലായിട്ട് കൺഫേം ചെയ്യുന്നതുണ്ടാവും. ആ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് റോബോട്ടിക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
അത് കവർ ചെയ്യൂ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ചെയ്യാം. അതേപോലെ HIV അല്ലെങ്കിൽ എയ്ഡ്സ്, STD കവറൊക്കെ നിങ്ങളെ ബേസ് സമ്മേഷയുടെ എത്രയാണോ അത്ര തന്നെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. മെൻ്റൽ ഇൽനെസ് ആണെങ്കിലും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളെ ബേസ് സമ്മേഷയുടെ എത്രയാണോ അത്ര തന്നെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒബെസിറ്റി ട്രീറ്റ്മെൻറ്റ്, പൊണ്ണത്തടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സമ്മേഷയുടെ അത്ര തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ് പറയുന്നത്. അത് നമ്മളെ ബേസ് സം അഷ്യൂർഡിനനുസരിച്ച് തന്നെ എത്രയാണോ ബേസ് സം അഷ്യൂർഡ് അത്ര തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പം 5 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചിലവ് 5 ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം വരെ അവർ ചെയ്തു തരും. ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ്റെ ടൈമാണ്. ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിൻ്റെ 90 ദിവസം മുമ്പുള്ള ചിലവുകളെല്ലാം കമ്പനി നമുക്ക് വഹിക്കുന്നതായിരിക്കും ഇവിടെ. ശ്രദ്ധിക്കണം, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിൻ്റെ 90 ദിവസം മുമ്പുള്ള എക്സ്പെൻസസ് ഒക്കെ കമ്പനി നമുക്ക് ചെയ്തു തരും. അതേപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ 180 ദിവസം വരെയുള്ള എക്സ്പെൻസസ്, നമ്മൾ മെഡിസിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ കവർ ചെയ്യും. കമ്പനി 180 ദിവസം വരെ കവർ ചെയ്യും. ക്ലൈം പ്രൊട്ടക്റ്റിൽ വരുന്നതെന്ന് വെച്ചാൽ നോൺ മെഡിക്കൽ എക്സ്പെൻസ് വരുന്നുണ്ട്. നോൺ പേയബിൾ ഐറ്റംസ് കവർ ചെയ്യും അനക്സർ 1 പ്രകാരമുള്ള. അതേപോലെ തന്നെ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യുന്നുണ്ട്. ഹോം ഹെൽത്ത് കെയർ ആണെങ്കിലും ആയുഷ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ഡോണർ ഹെൽത്ത് ഓർഗൻ ഡോണർ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സമ്മിഷ്യൂടെ എത്രയാണോ അത്ര തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കവർ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും വീട്ടു ചികിത്സ എടുക്കുകയാണെങ്കിലും ഒന്നും നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് സമ്മിഷ്യൂടെ എത്രയാണോ അത്ര തന്നെ കവറേജ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഇതിനകത്ത് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ക്യാഷ്ലെസ് ആയിരിക്കും. ക്യാഷ്ലെസ് മീൻസ് നമ്മൾ ഡയറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, വേറെ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട. നമുക്ക് 2-3 ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് അവർ റിപ്പോർട്ട് അയച്ചുതരും, കമ്പനി റിപ്പോർട്ട് അയച്ചുതരും. അതേപോലെ തന്നെ സൂപ്പർ റീലോഡ് ഉണ്ട്. അൺലിമിറ്റഡ് റീഫില്ലാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ നമ്മുടെ യൂസ് ചെയ്ത സമ്മിഷ്യൂർഡ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് റീസ്റ്റോറേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും നമുക്ക് വലിയൊരു ബെനിഫിറ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു, നമുക്കൊരു 30 ലക്ഷത്തിൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. പെർ ഹോസ്പിറ്റലൈസേഷനാണ് പറയുന്നത്. 30 ലക്ഷത്തിൻ്റെ ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ഒരു ഹോസ്പിറ്റലൈസേഷന് 5 ലക്ഷം വരെ തന്നെ കിട്ടുള്ളൂ. ബാക്കി 25 നമ്മൾ അടയ്ക്കണം. നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാധനമാണത്. അപ്പോൾ ഞാൻ അതാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങളുടെ ബേസ് സമ്മേഷനോട് എത്രയാണോ 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം കിട്ടുള്ളൂ. 7 ലക്ഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കമ്പനി റീഫിൽ ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമുക്ക് അടുത്ത തവണ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് ബേസ് സമ്മേഷനോട് എത്രയാണോ 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം വരെ വീണ്ടും കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഒറ്റ ബില്ലിൽ ഇപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം വന്നു, നിങ്ങൾക്ക് 5 ലക്ഷം ആണെങ്കിൽ നിങ്ങൾ ബാക്കി 5 ലക്ഷം കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്തായാലും. കാരണം കുറച്ച് പേര് നമ്മൾ വീഡിയോസ് കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഹെൽത്ത് അസസ്മെൻ്റ് നമ്മൾ പറഞ്ഞല്ലോ, അത് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓപ്ഷൻ കവറായിട്ട് വരുന്നത് വെച്ചാൽ റൂം റെൻ്റ് ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഒന്ന് നിങ്ങൾക്ക് സിംഗിൾ പ്രൈവറ്റ് റൂമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഷെയർഡ് അക്കോമഡേഷൻ ആണെങ്കിൽ 1-2 ആളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഡിഡക്റ്റബിൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്യാഷ്ലെസ് വേണ്ട, ആദ്യത്തെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് 15,000 അല്ലെങ്കിൽ 25,000 ഒക്കെ കയ്യിൽ നിന്ന് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ബിൽ തുക നിങ്ങൾ കയ്യിൽ നിന്ന് അടയ്ക്കുന്ന രീതിയിലും ബാക്കി തുക ക്യാഷ്ലെസ് ആയിരുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീമിയത്തിൽ കുറച്ച് കുറവുണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ക്യാഷ്ലെസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രിഫർ ചെയ്യുക. ഇത് പ്രിഫർ ചെയ്യാറില്ല നമ്മൾ പൊതുവെ. കാരണം എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് അടയ്ക്കാനല്ലല്ലോ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ ഇതുപോലെ ക്രിട്ടിക്കൽ ഇൽനെസ് ആണെങ്കിൽ വെയിറ്റ് പീരീഡ് 60 ദിവസം വരെ വരുന്നുണ്ട്. സം അഷ്യൂർഡ് ഓപ്ഷൻസ് ഉണ്ട്. 10 ലക്ഷം, 15 ലക്ഷം, 25 ലക്ഷം, 25 ലക്ഷം. പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഡിസബിലിറ്റി, പെർമനന്റ് ഡിസബിലിറ്റി ആഡ് ചെയ്യാൻ പറ്റും, പാർഷ്യൽ ഡിസബിലിറ്റിയും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നതാണ് ക്രോണിക് കെയർ. ക്രോണിക് കെയർ നമുക്ക് ഡേ 1 മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആസ്മ, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, ഡയബറ്റീസ്, COPD, ഒബിസിറ്റി, CAD,
ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡേ 1 മുതൽ ആഡ് ഓൺ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇത്രയും അസുഖങ്ങളുണ്ടെങ്കിൽ ഡേ 1 മുതൽ കവർ കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാണ് A1 Max. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂറബിൾ എക്യുപ്മെൻറ്റ് കവറൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്സിജൻ നീ റീപ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ ബൂസ്റ്റർ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ബേസ് സമൂഹ അത്ര തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ ഇത് പറഞ്ഞതുപോലെ തന്നെ, അതായത് ഡേ 1 മുതൽ കവർ ചെയ്യാൻ പറ്റും. ഡേ 1 മുതൽ നമ്മൾ ആഡ് ഓൺ ആണത്. ആഡ് ഓൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഇയർ വരെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സ്പെസിഫിക് ഡിസീസിനാണെങ്കിൽ 2 വർഷം വരെയാണ്. പിന്നെ ഇനീഷ്യൽ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അതായത് നമ്മൾ പോളിസി എടുത്തിട്ട് നാളെ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടും. അതല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള പനിയോ അങ്ങനെ റിലേറ്റഡ് എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും മികച്ചൊരു ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ആദിത്യ ബിർളയുടെ Activ 1 Max എന്ന് പറയുന്ന ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് നിങ്ങളൊന്ന് നോക്കുക, ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ ഇൻഷുറൻസിൽ നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസിന് എടുക്കുന്നതിൽ ഒരു തടസ്സങ്ങളുമില്ല. നിങ്ങൾക്ക് മികച്ച ഇൻഷുറൻസ് ആയിട്ട് തന്നെ പരിഗണിക്കാവുന്ന ഒന്ന് തന്നെയാണിത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് റിലേറ്റഡ് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടോ മെസ്സേജ് അയച്ചിട്ടോ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡും അതുപോലെ തന്നെ ഇൻഷുറൻസ് റിലേറ്റഡും കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.